നമസ്കാരം. സാധാരണ നമ്മൾ പുറകിൽ വെക്കാറുള്ള ഗ്ലോബ് ഇന്ന് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ഈയിടെ പലരും കേട്ട് കാണും, നമ്മുടെ ഭൂമിയിൽ നമ്മൾ കാണുന്ന കടലിൽ എന്തോരം വെള്ളമുണ്ടോ അതിൻ്റെ 3 മടങ്ങ് വെള്ളമുള്ള മറ്റൊരു സമുദ്രം ഭൂമിക്കടിയിൽ 700 കിലോമീറ്ററൊക്കെ താഴ്ചയിൽ കണ്ടെത്തിയെന്ന്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമാണ്, ഭൂമിയുടെ 2/3 ഭാഗവും സമുദ്രമാണ്. ഭൂമിയുടെ ഒരു വശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കരയുണ്ടെന്ന് പോലും തോന്നില്ല. ഈ കാണുന്നത് മുഴുവൻ ഏകദേശം പസഫിക് മഹാസമുദ്രം തന്നെയാണ്. അപ്പോൾ ഇതിനേക്കാൾ 3 മടങ്ങ് വലിയ അത്രയും വോളിയം വെള്ളമുള്ള ഒരു കടൽ എങ്ങനെയാണ് ഭൂമിക്കടിയിൽ ഉണ്ടാവുക? അപ്പോൾ അതൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് ഈ ഗ്ലോബ് നമ്മൾ കയ്യിൽ തന്നെ പിടിച്ചിരിക്കുന്നത്. കടലെന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ നല്ലൊരു ഭാഗവും ഇങ്ങനെ കിടക്കുന്നു. കടലിൻ്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് ഏകദേശം 4 കിലോമീറ്റർ ആണ് ശരാശരി ആഴം. നമ്മൾ ഈ തീരത്ത് നിന്ന് കാണുന്നതിനപ്പുറം പലയിടത്തും കടലിലെ ആഴം ശരാശരി ഒരു 4 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണെന്നൊന്ന് ചിന്തിച്ച് നോക്കുക. മൗണ്ട് എവറസ്റ്റ് എടുത്തിട്ട് കടലിലിട്ടാലും മുങ്ങിപ്പോകുന്ന ഒരുപാട് ഭാഗങ്ങൾ കടലിലുണ്ട്, വളരെ ആഴം കൂടിയ ഭാഗങ്ങളും. മാരിയാന ട്രെഞ്ചും ചലഞ്ചർ ഡീപ്പും ഒക്കെ പോലെ ഒരുപാട് ഗർത്തങ്ങളുള്ള ഭാഗങ്ങളുമൊക്കെ കടലിലുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് അതിഭയങ്കരമാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഭൂമിയുടെ മൊത്തത്തിലുള്ള വലിപ്പവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉപരിതലത്തിൽ ഒരു പാളി പോലെ കിടക്കുന്നു കടൽ വെള്ളം എന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് കടലിലുള്ള മുഴുവൻ വെള്ളവും എടുത്തിട്ട് നമ്മൾ കരയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. തീർച്ചയായിട്ടും ആ ഒരു ഭീമാകാരൻ വെള്ളത്തുള്ളിക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഉയരവും നീളവും വീതിയും ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ഈ വെള്ളമാണ് ഭൂമിയുടെ 2/3 ഭാഗത്തും ശരാശരി ഒരു 4 കിലോമീറ്റർ ആഴത്തിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് അത് വളരെ വലുതാണെങ്കിലും ഈ ഭൂമിയുടെ വലിപ്പവുമായിട്ട് അതിനെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഗ്ലോബ് ഇതാണ് ഭൂമിയെങ്കിൽ ഇതിലെ ഈ ചിത്രങ്ങളും രാജ്യങ്ങളും ഒക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ കനം പോലും ഉണ്ടാകില്ല സമുദ്രത്തിന് എന്നുള്ളതാണ്. അതിനേക്കാളും ഒക്കെ വളരെ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഭൂമിയിലുള്ള മുഴുവൻ കടൽ വെള്ളത്തിൻ്റെയും മാസ് എടുത്താൽ അതിൻ്റെ 3 ഇരട്ടി വലിയ ഒരു സമുദ്രം ഭൂമിക്കടിയിൽ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമേ അല്ല. കാരണം ഭൂമിക്കടിയിൽ തിളച്ച് മറിയുന്ന മാഗ്മയും അങ്ങനെ ദ്രാവകാവസ്ഥയിലും ഖരാവസ്ഥയിലുമുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം വ്യാപ്തവുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മാസ് എത്രയാണ് എന്ന് കമ്പയർ ചെയ്താൽ ഈ കടൽ വെള്ളത്തിൻ്റെ മാസ് ഒന്നുമല്ല. അത്രമാത്രം സംഭവങ്ങൾ അല്ലെങ്കിൽ അത്രയും മാസാണ് ഈ ഭൂമിക്ക് ആകെ ഉള്ളത്. അതായത് നമ്മൾ ഭൂമി എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നത് മുഴുവൻ ഈ ഒരു വലിയ ആ ഒരു ഗ്രഹമാണ്. മറ്റ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് ഗാലക്സികളിലെ ഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഇത്രയും ചെറുതാണല്ലോ നമ്മുടെ ഭൂമി. അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിലെ തന്നെ വ്യാഴവും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ ഭൂമി ഒന്നുമല്ല, ഒരു കടുകുമണി പോലെയാണ്. അപ്പോൾ ഈ ഭൂമി ഇത്തിരി കൂടി വലുതായിരുന്നുവെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഈ ഭൂമിയുടെ പോലും ജീവൻ നിലനിൽക്കുന്ന സ്ഥലം എത്രയുണ്ട്? ഭൂമി കാര്യം ഇങ്ങനെ ഒരു ഗോളമൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടാകും. പക്ഷേ ഭൂമിയിലെ ജീവൻ നിലനിൽക്കുന്ന ഭാഗങ്ങൾ എത്രയെന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭൂമിക്കടിയിൽ കുറച്ചൊക്കെ ഉണ്ട്. ഭൂമിക്കടിയിലും മണ്ണിനടിയിലും ഒക്കെ ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട്. അതുപോലെ അന്തരീക്ഷത്തിലുമുണ്ട്. അല്ലെങ്കിൽ പക്ഷികൾ പറക്കുന്ന, ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾ തുടങ്ങി, അല്ലെങ്കിൽ നമ്മൾ വിമാനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അതും കൂടി പരിഗണിക്കുക. അങ്ങനെ നോക്കിയാൽ പോലും ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ജീവന് നിലനിൽക്കാൻ സാധിക്കുന്ന ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ, മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ ഗ്ലോബിൽ ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു പേപ്പർ, അതിൻ്റെ കനം പോലും ഉണ്ടാകില്ല. ആ ഒരു ഉപരിതലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത്. ഈ ഭൂമിയുടെ ഉള്ളിലുള്ള ചൂട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള ചൂടിന് തന്നെ തുല്യമാണ്. അതായത് അകത്ത് തിളച്ച് മറിയുക എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല, എങ്കിൽ പോലും അത്രമാത്രം ചൂടുള്ള ഒരു ഗോളം അല്ലെങ്കിൽ ഒരു ഗ്രഹം ഉപരിതലത്തിൽ മാത്രം അതൊരല്പം തണുത്ത് കിടക്കുന്നു. അതാണ് ഭൂമി എന്ന് വേണമെങ്കിൽ പറയാം. ഉള്ളിലുള്ള ചൂടുമായിട്ട് കമ്പയർ ചെയ്താൽ പുറത്ത് തണുപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളിവിടെ ചൂട് കൂടുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും ഭൂമിയുടെ അകത്തെ അവസ്ഥ എന്താണ്? ചിലർ ഒരു ഉണ്ണിയപ്പത്തിനോടൊക്കെ ഭൂമിയെ ഉപമിക്കാറുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത നല്ല ചൂടുള്ള ഒരു ഉണ്ണിയപ്പം പെട്ടെന്ന് എടുത്ത് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏതാനും മിനിറ്റ് കഴിഞ്ഞത് പുറത്തെടുത്താലും ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളിൽ നല്ല ചൂടുണ്ടാകും. എന്നാൽ പുറത്ത് ആ പുറമേ മാത്രം ഒരിത്തിരി തണുപ്പ്
കാണാനായിട്ട് സാധിക്കും. എന്ന് പറയുന്നത് പോലെയാണ് ഭൂമിയുടെ അവസ്ഥ. ഒരു തരത്തിൽ ഒരു ഉപമ പോലെ പറയുകയാണെങ്കിൽ, ഭൂമിയിലെ ജീവനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുഴുവൻ ജീവജാലങ്ങൾക്കും ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്നുള്ളതാണ്. ഏത് നിമിഷം വേണമെങ്കിലും, നിങ്ങളൊരു പക്ഷേ ഈ വീഡിയോ കാണുന്ന സമയത്താണെങ്കിലും, ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണില്ല, ഏത് സമയത്തും നമ്മൾ കുറച്ച് പേര് മരിച്ചു പോകാം, അല്ലെങ്കിൽ ഒരു ഉൽക്ക വന്നിടിച്ചിട്ട് അങ്ങ് തകരാം എന്നുള്ളതല്ല. ഈ ഭൂമിയിലെ മുഴുവൻ ജീവജാലങ്ങളും ഇല്ലാതാകാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരും ചിന്തിക്കുന്നത് ഇന്ന് ഒരുപാട് ടെക്നോളജിയൊക്കെ വളർന്നത് കൊണ്ട് ഭൂമിക്ക് അപകടകരമായി നീങ്ങിയേക്കാവുന്ന ഏതൊരു ഉൽക്കയെയും ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കുറഞ്ഞത് ഒരു വർഷം മുമ്പെങ്കിലും നമുക്കത് മനസ്സിലാക്കാനൊക്കെ സാധിക്കുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. കണക്കുകൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഓരോ വർഷവും ഭൂമിക്ക് പ്രശ്നമൊന്നുമില്ലാതെ കടന്നു പോയി എന്ന് ഉറപ്പാക്കിയത്, അതായത് ഭൂമിയെ അത് ക്രോസ് ചെയ്ത് പോയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം വന്നിരുന്നു എന്ന് നമ്മൾ അറിയുന്നത്. ഈ ഭൂമിയെ നിങ്ങളൊരു കാറും ഓടിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങുന്നതുമായിട്ട് തന്നെ ഉപമിക്കുക. വളരെ തിരക്ക് കൂടിയ ഒരു എക്സ്പ്രസ് ഹൈവേയിലൂടെ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ വാഹനങ്ങൾ ശ്രദ്ധയില്ലാതെ വന്ന് നിങ്ങളെ വന്ന് ഇടിക്കാൻ എത്ര ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഭൂമിയുടെയും കാര്യം. എന്ന് പറയുന്നതിനപ്പുറമാണ്. ഭൂമി സൂര്യനെ ചുറ്റുന്ന ആ ഒരു പാത നമ്മൾ ഇങ്ങനെ ഒരു റോഡ് പോലെ സങ്കല്പിക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള ഉൽക്കകളാണ് ഭൂമിയെ ക്രോസ് ചെയ്ത് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അവയിൽ പലതും നിരന്തരം ഭൂമിയിൽ വന്ന് ഇടിക്കുന്നുണ്ടെങ്കിലും അന്തരീക്ഷവായുവിൽ അത് കത്തിയെരിഞ്ഞ് അത് ഭൂമിയിൽ എത്തുന്നതിന് മുൻപേ തന്നെ ഇല്ലാതാവുകയാണ്. ചിലത് മാത്രം ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഉൽക്കകളായിട്ട് വന്ന് വീഴുന്നു. അപ്പോൾ ഈ അന്തരീക്ഷവായു ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. കാരണം ചന്ദ്രൻ്റെ ഉപരിതലം മുഴുവൻ ഓരോ കുണ്ടും കുഴിയും വലിയ ഗട്ടറാണ്. നമ്മുടെ കേരളത്തിലെ റോഡുകൾ പോലെയാണ്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള റോഡ് കിടക്കുന്നത് എങ്ങനെയാണ്, പഞ്ചായത്ത് റോഡ് കിടക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് ചന്ദ്രൻ്റെ ഉപരിതലം മുഴുവൻ. ഇത് ഉൽക്കകൾ വന്ന് നിരന്തരം ഇടിക്കുന്നതുകൊണ്ടാണ്. കാരണം ചന്ദ്രനിൽ അന്തരീക്ഷമില്ല. ഒരു ഉൽക്ക വന്ന് ഭൂമി തകർന്നു പോകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇതൊക്കെ വല്ല കാലത്തും വന്നാലല്ലേ, അല്ലെങ്കിൽ ഇത്രയും നാൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ, ഡൈനസോറുകൾക്കൊക്കെ അന്ന് വന്നത് കേട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ ഉടനെ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ഇതൊന്നും പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഈ ഹാർപ്പിക്കിൻ്റെ പരസ്യം പറയുന്നത് പോലെയാണ്, 99.9 കീടാണുക്കളും കൊല്ലപ്പെട്ടാലും പിന്നെയും ഒരു 0.1% ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ അത് സർവൈവ് ചെയ്ത് പിന്നെയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭൂമി മുഴുവനും ആകും. ചിലതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാകും. ഡൈനസോറുകൾക്ക് മുൻപും അതിലും വലുതും ചെറുതുമായിട്ടുള്ള ഉൽക്കകളൊക്കെ വന്നിടിച്ചിട്ട് ഭൂമിക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഡൈനസോറുകൾ ആ സമയമായപ്പോഴേക്കും സൂക്ഷ്മജീവികളിൽ നിന്നും വളരെ വലിയ ജീവികളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അത് പഠിക്കുന്നത്, അല്ലെങ്കിൽ അറിയാനായിട്ട് സാധിച്ചത്. അതിനു മുൻപുള്ള സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ സൂക്ഷ്മജീവികളാണ്. അതിനുശേഷം ഇന്ന് ഡൈനസോറുകളുടെ വലുപ്പമുള്ള ജീവികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അത് പിന്നെയും ഒന്നേ എന്ന് തുടങ്ങിയപ്പോൾ അത്രയും വലുപ്പമുള്ള ജീവികളൊക്കെ ഇല്ലാതായി, മനുഷ്യനൊക്കെ പരിണമിച്ച് ഇതിനിടയിൽ വന്നു. ഇങ്ങനെ മാറ്റങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഇതെല്ലാം ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. നമുക്കറിയാവുന്ന ചരിത്രവും നമുക്കറിയാവുന്ന കാര്യങ്ങളും എല്ലാം 100 വർഷവും 200 വർഷവും അല്ലെങ്കിൽ ചരിത്രം പഠിച്ചാൽ പോലും 1000 വർഷവും അതും ഉൾക്കൊള്ളുന്നതിന് നമുക്ക് പരിമിതികളുണ്ട്. അതിങ്ങനെ പറയാമെന്നല്ലാതെ ആ ഒരു സമയത്തിൻ്റെ ദൈർഘ്യം അളക്കാനുള്ള ഒരു ശേഷി നമ്മുടെ തലച്ചോറിനില്ല എന്നാണ് പറയുന്നത്. ഡൈനസോറുകളെ ഇല്ലാതാക്കിയ ഉൽക്കകളൊക്കെ താരതമ്യേന അതുപോലും വളരെ ചെറുതായിരുന്നു എന്ന് പറയേണ്ടി വരും. എന്തിന്, 440 കോടി വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വാഗ്രഹത്തിന്റെ വലുപ്പമുള്ള ഒരു വസ്തു ഭൂമിയിൽ വന്ന് ഇടിച്ചതിനെ തുടർന്നാണ് ചന്ദ്രൻ ഉണ്ടായത്, നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രൻ ഉണ്ടായത്. അതെല്ലാം കൂടിച്ചേർന്ന് മറ്റൊരു ഗ്രഹമായിട്ട് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭൂമിയും ചന്ദ്രനും ഉണ്ടായി. അപ്പോൾ അതുപോലെ ഒരു കാര്യം പണ്ട് സംഭവിച്ചു, ഇനി സംഭവിച്ചു കൂടായ്മയൊന്നുമില്ല. കൗതുകകരമായ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ജീവൻ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഇത്തരം ചിഹ്നഗ്രഹങ്ങളെ ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്, ഭൂരിഭാഗവും കണ്ടെത്തിയിട്ടുള്ളത് അത് വന്നു പോയതിന് ശേഷം മാത്രമാണ്. ജസ്റ്റ് ഇടിച്ചില്ല എന്നുള്ള രീതിയിൽ പോകുമ്പോൾ അത് എത്ര ദൂരെ എന്ന് നോക്കിയാൽ നമ്മൾ 10,000 കിലോമീറ്ററുകൾക്ക് അകലെ എന്നാണ് കാണുക. എന്നാൽ ഈ ഭൂമി ഒരു സെക്കൻഡിൽ എത്ര സ്പീഡിലാണ് സൂര്യനെ ചുറ്റുന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇത് തലനാരിഴക്കി എന്ന് പറയാവുന്നത് പോലെ തന്നെയുള്ള വ്യത്യാസമാണ്. ഈ കാലത്തും പലതും ഇങ്ങനെ വന്നു പോയതിനു ശേഷമാണ് നമ്മൾ അറിയുന്നതെങ്കിൽ ഒന്ന് സങ്കല്പിച്ച് നോക്കുക, ഭൂമിയിലേക്ക് ഇപ്പോൾ ഒരു വലിയ ചിഹ്നഗ്രഹം അല്ലെങ്കിൽ ഒരു ഉൽക്ക വലുത് വന്ന് ഇടിക്കുകയാണെന്ന് കരുതുക. ലക്ഷക്കണക്കിന് കിലോമീറ്റർ സ്പീഡിൽ, നമുക്ക് സങ്കല്പിക്കാവുന്നതിലധികം, വെടിയുണ്ട എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശമായി പോകും, അത്ര ഭയങ്കരമായ സ്പീഡിൽ വരുന്ന ഇത് ഭൂമിയിലേക്ക് വന്ന് ഇടിക്കുമ്പോൾ നമ്മുടെ അന്തരീക്ഷ വായുവിന് വഴുതി മാറാനുള്ള ഒരു സമയം പോലും, ഗ്യാപ്പ് പോലും കിട്ടില്ല.
നമ്മളൊരു സൈക്കിൾ പമ്പിൽ കാറ്റടിക്കുമ്പോൾ ആ പമ്പിൻ്റെ അടിഭാഗത്ത് ചൂടായി വരുന്നത് പോലെ ആ ഉൽക്ക വന്നിടിക്കുന്ന ആ ഒരു കുറച്ച് സമയത്ത് അല്ലെങ്കിൽ സെക്കൻഡുകളുടെ കോടിയിൽ ഒരു അംശം സമയം കൊണ്ട് തന്നെ ഈ അന്തരീക്ഷവായു അതിഭയങ്കരമായിട്ട് ചൂട് പിടിക്കും. കാരണം അതിന് തെന്നി മാറാനുള്ള ഗ്യാപ്പ് പോലും അവിടെ കിട്ടുന്നില്ല. 60,000 കെൽവിൻ വരെ, അതായത് സൂര്യൻ്റെ ഉപരിതലത്തിലുള്ളതിൻ്റെ 10 മടങ്ങ് ചൂടായിരിക്കും അപ്പോൾ അന്തരീക്ഷ വായുവിന് അവിടെ ഉണ്ടാവുക. അതായത് ഉൽക്ക ഭൂമിയിൽ തൊടുന്നതിന് മുൻപേ തന്നെ, അത് അന്തരീക്ഷ വായുവിൽ കയറുമ്പോൾ തന്നെ, ഉദാഹരണത്തിന് യൂറോപ്പിലാണെങ്കിൽ ആ ഒരു ഭൂഖണ്ഡത്തിലെ വീടുകളും ഫാക്ടറികളും മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ വനങ്ങൾ ഇതെല്ലാം ഉരുകി ഒലിച്ച് ഭസ്മമായി മാറുന്നുണ്ടാവും. അന്തരീക്ഷത്തിൽ കടന്ന് ഏകദേശം 1 സെക്കൻഡിൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നാനോ സെക്കൻഡ് സമയം കൊണ്ട് തന്നെ ഇത് ഭൂമിയുടെ കരയിൽ വന്ന് ഇടിക്കുകയും ചെയ്യും. അതിനു മുൻപേ തന്നെ ഈ കാര്യം സംഭവിച്ചിട്ടുണ്ടാകും. അതായത് 1 സെക്കൻഡ് മുൻപ് വരെ ഒന്നും അറിയാതിരുന്ന നമ്മൾ 1 സെക്കൻഡിനപ്പുറം ബാഷ്പമായിട്ട് മാറിയിട്ടുണ്ടാകും. ഈ കൂട്ടിയിടിയുടെ ആഘാതത്തിൽ അത് ബാഷ്പമായി മാറുമെന്നാണ് പറയുക. കാരണം ഇത്രയും വലിയ ഭൂമിയിൽ ഇങ്ങനെ ഒരു സാധനം അതിവേഗത്തിൽ വന്ന് ഇടിക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിന് ഇത്രേ ഗ്യാരണ്ടി ഉള്ളൂ എന്നുള്ളതാണ്. 1 സെക്കൻഡ് സമയം പോലുമില്ല. അതിനപ്പുറത്തേക്ക് ഒന്നും അറിയാതിരുന്ന നമ്മൾ പെട്ടെന്ന് 1 സെക്കൻഡിനപ്പുറം ഈ കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ മനുഷ്യനല്ലേ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നൊക്കെ നമ്മൾ പല തത്വങ്ങളും പറയുമ്പോൾ ഒരു ജീവിയുടെ കാര്യം മാത്രമല്ല, ഈ ഭൂമിയുടെ മുഴുവൻ കാര്യവും ഇങ്ങനെ തന്നെയാണ്. 1 സെക്കൻഡിനപ്പുറം എന്ത് സംഭവിക്കുമെന്ന് പോലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഭൂമി മുഴുവൻ തീർന്നേക്കാം. കൂട്ടിയിടിയുടെ ആഘാതത്തിൽ അതൊരു ബാഷ്പമായി മാറുമ്പോൾ പിന്നീട് ഭൂമിക്കടിയിലുള്ള വലിയ പാറയും മാഗ്മയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് പുറത്തേക്കൊരു വലിയ പൊട്ടിത്തെറിയായിരിക്കും സംഭവിക്കുക. ഭൂമിക്ക് പുറത്ത് നിന്ന് ആരെങ്കിലും ഇത് നിരീക്ഷിക്കുകയാണെങ്കിൽ വലിയൊരു പ്രകാശം മാത്രമായിരിക്കും കാണുക. മനുഷ്യൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തീവ്രമായ പ്രകാശമായിരിക്കും അത്. എന്നാൽ പിന്നീട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ വലിയൊരു അന്ധകാരം അല്ലെങ്കിൽ ഇരുള് ഭൂമിയെ മുഴുവൻ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ നിന്ന് ഇതിങ്ങനെ വരുന്നതായിരിക്കും കാണുക. ഉദാഹരണത്തിന് യൂറോപ്പിലാണിത് സംഭവിച്ചതെങ്കിൽ ഇന്ത്യയിലുള്ളവർ സേഫ് ആയിട്ടിരിക്കില്ല. ഇത് ഇങ്ങനെ യൂറോപ്പിൽ വന്ന് ഇടിച്ച് ഏതാനും മിനിറ്റുകൾക്കപ്പുറം, 2-3 മിനിറ്റിനപ്പുറം നമ്മളൊക്കെ ഇവിടെ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ആകാശം മുട്ട് ഉയരത്തിൽ ഒരു വലിയ അന്ധകാരം ഇങ്ങനെ കയറി വരുന്നതായിരിക്കും കാണുക. നമ്മളതിന് ശബ്ദമൊന്നും കേൾക്കില്ല. കാരണം ശബ്ദത്തെക്കാൾ വേഗത്തിലായിരിക്കും അതിങ്ങനെ സഞ്ചരിക്കുക. ശബ്ദം പുറകെ വരികയുള്ളൂ. ആ ശബ്ദം കേൾക്കാനായിട്ട് നമ്മൾ ജീവനോട് ഉണ്ടാകാനും സാധ്യത കുറവാണ്. കൂട്ടിയിടി ഉണ്ടായിടത്ത് നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അകലെ ഉള്ള പ്രദേശങ്ങളിൽ പോലും ഉൽക്കകൾ വന്ന് വീഴുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. കാരണം ഭൂമിയിലെ വലിയ പാറക്കഷ്ണങ്ങളും മലകളും ഒക്കെ ആയിരിക്കും ഇങ്ങനെ അതിവേഗത്തിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് ചെന്ന് ചിതറിത്തെറിക്കുക. ഇതെല്ലാം ഉൽക്ക വന്ന് ഇടിച്ചിട്ടുള്ള ഏതാനും മിനിറ്റുകൾ, ഒരു 1-2 മിനിറ്റ് നേരത്തെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇതിനപ്പുറം എന്ത് സംഭവിക്കും? പിന്നെ ഭൂമി ഉൽക്കങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരിക്കും. കാരണം ഈ ഭൂമിയിൽ അത്ര വലിയ ആഘാതമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. കടലുള്ള എല്ലാ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ കരകളിൽ സുനാമി, അത് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള സുനാമികളൊന്നും ആയിരിക്കില്ല. അങ്ങനെയുള്ള സുനാമികൾ ഭൂമിയിലെ സകല അഗ്നിപർവ്വതങ്ങളും തീ തുപ്പാനായിട്ട് തുടങ്ങും. ഭൂമിയിലുള്ള എല്ലാ അഗ്നിപർവ്വതങ്ങളും ഒരുമിച്ച് പൊട്ടിത്തെറിക്കുകയോട് ചെയ്തു കഴിഞ്ഞാൽ അതും ഈ ഉൽക്കയുടെ ഇടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും ആയിരിക്കില്ല. എങ്കിൽ പോലും ഇതുപോലെ എല്ലായിടത്തും ഭൂമിയിൽ ജീവൻ ഇല്ലാതാകും. പിന്നെ ഭൂമി മുഴുവൻ അന്ധകാരമായിരിക്കും. അതായത് അന്തരീക്ഷവായു മുഴുവൻ കറുത്ത പുക പോലെ, അതായത് സൂര്യപ്രകാശം പിന്നീട് ഭൂമിയിലേക്ക് വരില്ല. അന്ധകാരം വിഴുങ്ങി കഴിഞ്ഞിരിക്കുന്നു ഭൂമി എന്ന് പറയാം. ഇത് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഒരു മസാജ് എന്നൊക്കെ പറയാവുന്നത് പോലെ വല്ലതൊക്കെ തോന്നുകയുള്ളൂ. പക്ഷെ ജീവജാലങ്ങളെല്ലാം ഇല്ലാതാകും. 99.9% ജീവികളും ഏതാനും വർഷങ്ങൾ കൊണ്ട് പിന്നീട് ഇവിടെ ഇല്ലാതാകും. അതായത് സൂക്ഷ്മജീവികളുടെ പോലും കാര്യമാണ് പറഞ്ഞത്. വലിയ ജീവികളുടെയൊക്കെ കാര്യം കൂടിപ്പോയാലും ഏതാനും ദിവസങ്ങൾ, മനുഷ്യരുടെയൊക്കെ കാര്യം പറയുക പോലും വേണ്ട. സൂക്ഷ്മജീവികളൊക്കെ മാത്രമായിരിക്കും പലപ്പോഴും അതിജീവിക്കുക. ഡൈനസോറുകളെയൊക്കെ ഇല്ലാതാക്കിയ ഉൽക്ക എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവം ആയിരുന്നില്ല എന്നുള്ളതാണ് ഭൂമിയിൽ അതിനു മുൻപ് മിടിച്ചിട്ടുള്ളതൊക്കെ വെച്ച് നോക്കിയാൽ. കാരണം അന്ന് ഡൈനസോറുകളെ ഇല്ലാതാക്കിയതിന് ശേഷം പല മാമലുകളും പോലും അപൂർവമായിട്ട് സർവൈവ് ചെയ്തിരുന്നു എന്നാണ് പറയുക. എന്തായാലും വന്ന് ഇടിക്കുകയാണെങ്കിൽ അത് വലിയൊരു ഉൽക്കയായാലും നമുക്ക് അതായിരിക്കും നല്ലത്. ഒറ്റയടിക്ക് ഈ കാര്യങ്ങളെല്ലാം തീരും. എന്നാൽ ഏതാനും മാസങ്ങൾ കൊണ്ട് മനുഷ്യനൊക്കെ ഇല്ലാതാകുന്ന തരത്തിൽ അത്രയും വലുപ്പമുള്ള ഒരു ഉൽക്കയാണ് ഭൂമിയെ വന്ന് ഇടിച്ചതെങ്കിൽ ആദ്യത്തെ ആ ഇടിയിൽ തന്നെ അന്തരീക്ഷത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് അയണോസ്ഫിയർ എല്ലാം താറുമാറാകും. നമ്മുടെ വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നും പിന്നെ പ്രവർത്തിക്കില്ല. ഉദാഹരണത്തിന് ആദ്യം യൂറോപ്പിലോ അമേരിക്കയിലോ ചെന്ന് ഇടിച്ചു, അവിടുത്തെ ജനങ്ങളെല്ലാം തീർന്നു. പിന്നീട് കുറേ മാസങ്ങൾക്കപ്പുറം
നമ്മളുമൊക്കെ ഈ പറയുന്ന അന്തരീക്ഷത്തിലെ പ്രശ്നങ്ങളുമൊക്കെ മൂലം മരണപ്പെടാമെങ്കിലും അല്ലെങ്കിൽ കുറച്ച് പേര് സർവൈവ് ചെയ്താൽ പോലും അവർക്ക് പഴയകാല മനുഷ്യരെ പോലെ ആധുനിക മനുഷ്യനെ പോലെ ഒന്നും ജീവിക്കാൻ സാധിക്കില്ല. എല്ലാ ടെക്നോളജിയും അവിടെ സ്റ്റോപ്പ് ആകും. കാരണം അയണോസ്ഫിയർ ഒക്കെ താറുമാറാകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സിഗ്നലുകളോ കാര്യങ്ങളോ ഒന്നും, അതായത് ഇന്നത്തെ രീതിയിൽ ചിന്തിച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചിലർ ചിന്തിക്കുന്നത് വെറുതെ പേടിപ്പിക്കുകയാണോ? ഒരിക്കലുമല്ല. ഭൂമിയുടെ ചരിത്രത്തിൽ ആയിരക്കണക്കിന് പ്രാവശ്യങ്ങൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞത്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിരന്തരം ചെറിയ ചെറിയ ഉൽക്കകൾ വന്ന് ഇടിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിലും വലിയ സംഭവങ്ങൾ വന്നിടിച്ചിട്ടുള്ളത് ആയിരക്കണക്കിന് പ്രാവശ്യങ്ങളാണ്. അപ്പോൾ ചന്ദ്രൻ തന്നെ ഉണ്ടായത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ചൊവ്വാഗ്രഹത്തിൻ്റെ വലുപ്പമുള്ള ഒരു സാധനമാണ് ഭൂമിയിൽ വന്നിടിച്ചത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ശാസ്ത്രബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡിനപ്പുറം പോലും എന്ത് സംഭവിക്കും എന്നുള്ളത് പോലും നമുക്ക് അനിശ്ചിതത്വത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.